അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് വന്നിരിക്കണം ഓപ്പോ റെനോ 8 എന്ന് പറയുന്ന മോഡലാണ്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കും എന്തിനാണ് വന്നതെന്ന്. ഡിസ്പ്ലേ റിപ്ലേസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഡിസ്പ്ലേ റിപ്ലേസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഹീറ്റ് ചെയ്ത് നമുക്ക് ബാക്ക് പാനൽ വരാം. എനിക്ക് ഹീറ്റ് ചെയ്യേണ്ട വന്നില്ല, കാരണം കസ്റ്റമറുടെ കയ്യിൽ 2 വർഷം വെറുതെ പൊട്ടി കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗ്ലൂ ഒക്കെ ഒന്ന് ദ്രവിച്ചായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബാക്ക് പാനൽ ഇതേപോലെ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ ക്യാമറ ബേസിൽ ഇതേപോലെ നമുക്ക് അതും ജസ്റ്റ് ഗ്ലൂ ചെയ്തേക്കണം. അതും നമുക്ക് ഇതേപോലെ ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് മേളിലത്തെ അടിയിലത്തെ സ്ക്രൂ അല്ല ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ എല്ലാ സ്ക്രൂവും കൂടെ ഊരുക. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവ് ചെയ്തതിന് ശേഷം ഇതാണ് ബാറ്ററിൻ്റെ കണക്ഷൻ. ഡിസ്കണക്ട് ചെയ്യുക. അടിയിലെ ബോട്ടം സ്പീക്കറും നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്യാം. ഇതാണ് ഡിസ്പ്ലേൻ്റെ കണക്ഷൻ, ഇവിടെയാണ് വരുന്നത്. അത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഡിസ്കണക്ട് ചെയ്യുന്നതിന് ശേഷം പഴയ പൊട്ടിപ്പൊളഞ്ഞ ഡിസ്പ്ലേ നമുക്ക് ഹീറ്റ് ചെയ്ത് ഇതേപോലെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പഴയ ഗ്ലൂവും അതേപോലെ തന്നെ പൊടിയെല്ലാം പിടിച്ചിട്ടുണ്ട് ഒക്കെ നമുക്ക് നല്ല പക്കയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഗ്ലൂ എല്ലാം നമുക്ക് ഉണ്ടാക്കും. ഗ്ലൂവും പൊടിയെല്ലാം പക്കയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ ഡിസ്പ്ലേ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് LED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് LED വന്നതുകൊണ്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റും പ്രോക്സിമിറ്റി സെൻസർ എല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ LCD ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. LCDക്ക് റേറ്റ് കുറച്ച് വേണ്ടവർക്ക് നമുക്ക് LCD സെറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ കർവഡ് അല്ലായിരിക്കും. ആ കർവ് തന്നെ ആ സ്ഥലത്ത് നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ ആയിരിക്കും, പക്ഷേ കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കും, സൂട്ടായിട്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് LCDയിൽ വർക്ക് ചെയ്യില്ല എന്നുള്ളൂ. ഇത് LED ആയതുകൊണ്ട് എല്ലാം വർക്ക് ചെയ്യും. നമ്മൾ ഡിസ്പ്ലേ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ഗ്ലൂ ചെയ്ത് ഇടയിലെ കണക്ഷനെല്ലാം കൊടുത്ത് ബോട്ടം സ്പീക്കറും വെച്ച് ബാറ്ററിൻ്റെ കണക്ഷനും തിരിച്ച് വെച്ച് എല്ലാം സ്ക്രൂ ചെയ്ത് ക്യാമറ ബേസിലും ഫിറ്റ് ചെയ്ത് നമുക്ക് ഇതേപോലെ പുതിയ ഗ്ലൂ അപ്ലൈ ചെയ്ത് ബാക്ക് പാനലും വെച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് എടുത്തിട്ട് അതിനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റേറ്റ് കുറച്ച് കൊണ്ടായിരിക്കും നമുക്ക് LCDയും സെറ്റ് ചെയ്യാൻ പറ്റും. LCDയിൽ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യില്ല എന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇതേപോലെ LED ഫുള്ള് പക്കിയിട്ടുള്ള സെറ്റ് ചെയ്യാം.